സുരൽ ദ വോർട്ടക്സ് ഈ ഒരു സീരീസിനെ കുറിച്ച് അറിയാത്തവർ വളരെ കുറച്ച് പേരെ കാണും. കാരണം വളരെയധികം കിടിലൻ റിപ്പോർട്ട്സ് കിട്ടിയ ഒരു സീരീസാണ് 2022 ഇറങ്ങിയ സുരൽ ദ വോർട്ടക്സ് എന്ന് പറയുന്ന ഒരു സീരീസ്. അതിന്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് പാർട്ട് ഡയറക്റ്റ് ചെയ്തത് ബ്രഹ്മയാണ്, സെക്കൻഡ് പാർട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് സൽചുൻ KM ആണ്. സോ രണ്ട് ഡയറക്ടേഴ്സാണ് രണ്ട് പാർട്ടും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം രണ്ട് സീരീസിലും കാണാനുണ്ട്. ഈ ഒരു സീരീസിൻ്റെ മേജർ സിമിലാരിറ്റി എന്ന് പറയുന്നത് ഈ കഥയും എഴുതിയിരിക്കുന്നത് ഈ ഒരു പുഷ്കർ ഗായത്രി തന്നെയാണ്. വിക്രം വേദ ഫെയിം, വിക്രം വേദ തമിഴിലും ഹിന്ദിയിലും ചെയ്ത അതേ ഡയറക്ടേഴ്സ് തന്നെയാണ് ഈ ഒരു സീരീസ് ചെയ്തിരിക്കുന്നത്. റൈറ്റിംഗ് പാർട്ട് 2 സീസണും. ആദ്യം ബ്രഹ്മയും തുടങ്ങാം. ബ്രഹ്മ എന്ന് പറയുന്ന ഡയറക്ടറിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടറാണ്. ഒറ്റപ്പടം കണ്ടാൽ മതി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയറക്ഷൻ്റെ ലെവൽ തെളിയിക്കാൻ. അതാണ് കുട്രമേ കടിത്താൽ എന്ന് പറയുന്ന വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള, വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ സംസാരിക്കുന്ന ഒരു മൂവി. സോ അതിൻ്റെ റിവ്യൂ ഈ ചാനൽ തന്നെ ലഭ്യമാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും തന്നെ കണ്ടു നോക്കുക. കാരണം വളരെയധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു മൂവിയായിരുന്നത്. വളരെയധികം അവാർഡ്സ് കിട്ടിയ ഒരു മൂവി കൂടിയാണ്. സോ അത് മാത്രം മതി ഈ ഒരു ബ്രഹ്മ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ആ ഒരു കഴിവ് തെളിയിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സുരൽ ദ വോർട്ടക്സിന് ഗംഭീര അഭിപ്രായം കിട്ടിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇവിടെ സെക്കൻഡ് സീസണിൽ വരുമ്പോൾ സൽചുൻ KM ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ ഡിഫറൻസ് തന്നെയാണ്. കാരണം വളരെയധികം എൻഗേജിങ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സീരീസ് ആയിരുന്നു ഫസ്റ്റ് പാർട്ട്. പക്ഷേ സെക്കൻഡ് സീസണിലോട്ട് വരുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് തരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സീസൺ നല്ലപോലെ ചെയ്തിട്ട് ആ ഒരു സെക്കൻഡ് സീസണിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ലെവലിൽ സംഭവം കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് ശരിക്കും കാണുമ്പോഴത്തേക്ക് ഒരു സങ്കടം തോന്നും. കാരണം ഫസ്റ്റ് സീസണിലൊക്കെ അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു സീരീസാണ്. സോ ഇവിടെ എത്തുമ്പോൾ സ്റ്റോറി അത്യാവശ്യം നല്ലൊരു സ്റ്റോറി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ലാലിൻ്റെ ഒരു ക്യാരക്ടറാണ് മെയിനായിട്ട് വരുന്നത്, ചെല്ലപ്പ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഫസ്റ്റ് സീസൺ കണ്ടവർക്ക് അറിയാം എവിടെ വെച്ചാണ് ഫസ്റ്റ് സീസൺ എൻഡ് ആയതെന്ന്. ആ ഒരു കേസ് ഹിയറിങ്ങിന് ഐശ്വര്യ രാജേഷിന്റെ സൈഡിൽ നിന്ന് വരുന്ന വക്കീലാണ് ചെല്ലപ്പ എന്ന് പറയുന്ന ലാലി എന്ന ഒരു ക്യാരക്ടർ. വളരെയധികം ഒരു നല്ലൊരു ക്യാരക്ടറാണ് ഈ ഒരു ലാലിന് കിട്ടിയിരിക്കുന്നത്, ചെല്ലപ്പ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ യാദൃശ്ചികമായി മരണപ്പെടുകയും പിന്നെ ആ ഒരു കേസ് വേറൊരു വഴിക്ക് പോവുകയും അതിൻ്റെ കൂടെ തന്നെ ഇത് സൂയിസൈഡ് ആണോ കൊലപാതകമാണോ എന്നറിയില്ല. അതേ സമയത്താണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പോലീസ് സ്റ്റേഷനിലായിട്ട് 8 പെൺകുട്ടികൾ ഞാനാണ് കൊലപാതകം ചെയ്തതെന്ന് വന്ന് ഹാജരാവുന്നത്. പിന്നെ പോലീസുകാർ ഫുള്ള് ഒരു തരത്തിലുള്ള ഒരു ടോർച്ചർ അനുഭവിക്കുന്ന ഒരു രീതിയിൽ ആരാണ് കൊലപാതകം ചെയ്തു എന്നറിയാതെ അവർ പോലീസുകാരെ അന്വേഷിച്ച് നടക്കുകയാണ്. സോ അങ്ങനെ പോകുന്ന ഒരു സീരീസാണ് ഈ ഒരു സുരൽ ദ വോർട്ടക്സ് സീസൺ 2 എന്ന് പറയുന്ന ഒരു സീരീസ്. ഇത് സീരീസ് വർക്ക്സ് ഇൻ പാർട്സ് എന്ന് വേണമെങ്കിൽ പറയാം. പലയിടങ്ങളിലും വർക്കാവുന്നുണ്ട്, പക്ഷേ ആ ഒരു പറയാൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു വരുന്ന രീതിയൊന്നും അത്രയും ഒരു അലൈൻഡ് ആയിട്ട് പോകുന്നില്ല. ആദ്യത്തെ ഒരു ഇനിഷ്യൽ പാർട്ട് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് പറഞ്ഞു വരുന്ന രീതിയും ആ ഒരു ഓവർ സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഒക്കെയാണ് ഈ ഒരു സീരീസിൻ്റെ ഒരു മേജർ നെഗറ്റീവായിട്ട് മാറിയത്. സോ പറയാൻ ഉദ്ദേശിക്കുന്ന കഥയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പ്രിവെയിലിംഗ് ആണ്, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് പറയുന്ന രീതി കുറെ കൂടി ആ ഒരു ലാഗ് രീതിയിലോട്ട് ആക്കുന്നുണ്ടെന്നുള്ളത് ഈ ഒരു സീരീസിൻ്റെ നെഗറ്റീവാണ്. ഈ സീരീസിൻ്റെ പോസിറ്റീവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ലാലാണ് ഈ ഒരു സീരീസിൻ്റെ മേജർ പോസിറ്റീവ്. വളരെ നല്ലൊരു ക്യാരക്ടറാണ്, അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ തന്നെ ശരവണനാണെങ്കിലും കതിരാണെങ്കിലും ഐശ്വര്യ രാജേഷ് ആണെങ്കിലും ആ ഒരു 8 പെൺകുട്ടികളുടെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ, ഗൗരി കിഷൻ, ഹരണി, ആ ഒരു ലവറിനകത്ത് അഭിനയിച്ച ആ ഒരു ആക്ട്രസ്, അങ്ങനെ കുറേ ആ ഒരു മാവീരനകത്ത് അഭിനയിച്ച ഒരു ആക്ട്രസ് ഉണ്ട്. അങ്ങനെ കുറേ ആക്ട്രസ്. പിന്നെ പറയുകയാണെങ്കിൽ കുറേ ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട്, വേറൊരു ലേഡി ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. വളരെയധികം നല്ലൊരു പെർഫോമൻസ് ആണ് കൂടുതൽ പേരും കാഴ്ചവെച്ചിരിക്കുന്നത്. സോ ഒരു പെർഫോമൻസ് സൈഡിൽ ഫസ്റ്റ് പാർട്ട് പോലെ ഇവിടെയും ഓക്കെയാണ്. അതാണ് ഈ ഒരു സീരീസിന്റെ മെയിൻ പോസിറ്റീവ്. കൂടുതലും ഓവർ സ്റ്റഫ്ഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ് ഈ ഒരു സീരീസിന്റെ മേജർ നെഗറ്റീവായിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ 8 എപ്പിസോഡ് അങ്ങനെ പോകുന്ന ചിലയിടങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല സംഭവങ്ങൾ വരുന്നത്, ചിലയിടങ്ങൾ ഡള്ളാണ്. സോ അങ്ങനെ ഒരു രീതിയാണ് ഈ ഒരു സീരീസ് പോകുന്നത്. അതാണ് ഈ ഒരു സീരീസിന്റെ മേജർ നെഗറ്റീവ്സ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് അനുഭവമാണ് ഈ ഒരു സീരീസ് വരുന്നത്. അത് സീരീസിന്റെ ഒരു മേജർ നെഗറ്റീവ് ആയിട്ടാണ് തോന്നിയത്. മേജർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സീരീസിന്റെ സ്റ്റോറിയിൽ പറഞ്ഞ് വരുന്ന കാര്യങ്ങൾ പലതും ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്ന സംഭവങ്ങളാണ്. പക്ഷെ ചിലയിടങ്ങളിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ മിസ്സിംഗ് ആണെന്നുള്ളത് മേജർ നെഗറ്റീവാണ്. ഫസ്റ്റ് പാർട്ടിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ മിസ്സിംഗ് ആണ്, അത് വേറൊരു നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. സോ അതാണ് ഈ ഒരു സീരീസിനെ കുറിച്ച് പറയാനുള്ളത്.